ഇറാൻ US യുദ്ധം പശ്ചിമേഷ്യയിൽ ആകെ ആശങ്ക പരത്തി രൂക്ഷമാവുകയാണ്. തങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് മറുപടി എന്നോണം വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ് ഇറാൻ. ഭയന്നിരുന്നത് പോലെ മേഖലയിലെ രാജ്യങ്ങൾ തമ്മിലും പരസ്പരം സംഘർഷം പടരുകയാണ്. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരും സൗദി അറേബ്യയും അമേരിക്കയും ഉൾപ്പെട്ട സംഘർഷം കൂടുതൽ വഷളായതോടെ ചെങ്കടലിലെ ബാബൽ മന്ദബിലും അടച്ചുപൂട്ടൽ ഭീഷണി ഉയരുകയാണ്. US ഇസ്രായേൽ ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. തങ്ങൾക്ക് നേരെ സൗദി അറേബ്യ ആക്രമണം തുടർന്നാൽ ബാബൽ മന്ദബ് പാത അടയ്ക്കുമെന്നും ഇതോടെ ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $200 ഉയർന്നേക്കുമെന്നാണ് ഹൂതി വിമതർ നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ധന വിപണി തകരുമെന്നും പല രാജ്യങ്ങളും പട്ടിണി മുന്നിൽ കാണേണ്ടി വരുമെന്നും ഇറാൻ്റെ പ്രസ് TV പുറത്തുവിട്ട വീഡിയോയിൽ മുന്നറിയിപ്പുണ്ട്. ബാബൽ മന്ദബ് അടച്ചുപൂട്ടുമോ? അന്താരാഷ്ട്ര വാണിജ്യ രംഗത്ത് എന്താണ് ഈ പാതയുടെ പ്രാധാന്യം? പരിശോധിക്കാം. എവിടെയാണ് ഈ ബാബൽ മന്ദബ്? ഭൂപടത്തിലേക്ക് നോക്കിയാൽ അറേബ്യൻ ഉപദ്വീപിലെ യമനെയും ആഫ്രിക്കൻ തീരത്തെ ജിബൂട്ടി, എറിത്രിയ എന്നീ രാജ്യങ്ങളെയും വേർതിരിക്കുന്ന ഒരു ഇടുങ്ങിയ കടലിടുക്കാണിത്. ഇത് ചെങ്കടലിനെ ഗൾഫ് ഓഫ് ഏഡൻ വഴിയും അറബിക്കടൽ വഴിയും ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ വീതി വെറും 26 കിലോമീറ്റർ മാത്രമാണ്. ഈ ചെറിയ പാതയിലൂടെയാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ ഗതാഗതം നടക്കുന്നത്. അറബി ഭാഷയിൽ ബാബൽ മന്ദേബ് എന്നാൽ കണ്ണീരിൻ്റെ കവാടം എന്നാണ് അർത്ഥം. പുരാതന കാലത്ത് ഈ കടലിടുക്കിലുണ്ടായിരുന്ന കടുത്ത പ്രകൃതിക്ഷോഭങ്ങളിൽപ്പെട്ടും പാറക്കെട്ടുകളിൽ ഇടിച്ചും തകർന്നുപോയ കപ്പലുകളുടെയും മരിച്ചു വീണ നാവികരുടെയും ഓർമ്മയിലാണ് ഈ പേര് നൽകപ്പെടുന്നത്. നൂറ്റാണ്ടുകളായി സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്കും അധിനിവേശങ്ങൾക്കും മേഖല സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി ആ കണ്ണീരിൻ്റെ കവാടം ആഗോള സമ്പദ് വ്യവസ്ഥയുടെ കണ്ണീരായി മാറുമോ എന്ന ഭീതിയിലാണ് ലോകം. എന്തുകൊണ്ടാണ് ഈ വഴി അടഞ്ഞാൽ ലോകം നിശ്ചലമാകുമെന്ന് പറയുന്നത്? കാരണം വളരെ ലളിതമാണ്. സൂയസ് കനാൽ വഴി യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും പോകുന്ന എല്ലാ കപ്പലുകൾക്കും ബാബൽ മന്ദബ് കടക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ആഗോള വ്യാപാര രംഗത്ത് പ്രതിവർഷം 10 മുതൽ 12% വരെ ചരക്ക് നീക്കം നടക്കുന്നത് ഈ പാതയിലൂടെയാണ്. പ്രതിദിനം ദശലക്ഷക്കണക്കിന് ബാരൽ അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവുമാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഈ പാതയിലൂടെ യൂറോപ്പിലേക്ക് ഒഴുകുന്നത്. ബാബൽ മന്ദബ് അടഞ്ഞാൽ ഇതുവഴിയുള്ള എണ്ണക്കപ്പലുകളുടെ നീക്കം തടസ്സപ്പെടുന്നത് ആഗോള വിപണിയിൽ എണ്ണവില വീണ്ടും കുതിച്ചുയരാൻ കാരണമാകും. ഇത് വികസ്വര രാജ്യങ്ങളെ പലതിനെയും കടുത്ത വിലക്കയറ്റത്തിൽ വരിഞ്ഞു മുറുക്കും. ചരക്കു കപ്പലുകൾക്ക് ചെങ്കടൽ ഒഴിവാക്കി ആഫ്രിക്കൻ ഭൂഖണ്ഡം ചുറ്റി ഗുഡ് ഹോപ്പ് മുനമ്പ് വഴി സഞ്ചരിക്കേണ്ടി വരും. ഇത് യാത്രാസമയം 2 ആഴ്ചയോളമാണ് വർദ്ധിപ്പിക്കുക. ഒപ്പം കപ്പൽ കൂലിയും ഇൻഷുറൻസ് തുകയും ഇരട്ടിയാകും. ചരക്കു നീക്കം വൈകുന്നതും ചെലവ് കൂടുന്നതും ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ വരവിനെ ബാധിക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പല രാജ്യങ്ങളും പട്ടിണിയിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പ് ഇതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. ഹൂതികളുടെ ഭീഷണിക്ക് പിന്നാലെ ബാബൽ മന്ദബ് വഴിയുള്ള എണ്ണ കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെച്ച് അമേരിക്കയുടെ പിന്തുണയോടെ സൈനിക സാന്നിധ്യം ശക്തമാക്കുകയാണ് സൗദി അറേബ്യ. പാത അടച്ചുപൂട്ടാനുള്ള സാധ്യത വർദ്ധിച്ചതോടെ ആഗോള എണ്ണ വിതരണത്തിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് വിപണി. സെപ്റ്റംബർ അവസാനത്തോടെ ബാബൽ മന്ദബ് അടയ്ക്കപ്പെടാനുള്ള സാധ്യതയാണ് വിപണി മുന്നിൽ കാണുന്നത്. ഹൂതി സൈന്യം, ഇറാൻ്റെ IRGC, US നേവി എന്നിവരുടെ അടുത്ത നീക്കങ്ങളാണ് ഇനി നിർണായകമാവുക. കപ്പലുകൾ മുക്കുകയോ കൂടുതൽ സൈനിക വിന്യാസങ്ങൾ ഉണ്ടാകുകയോ ചെയ്താൽ പ്രതിസന്ധി ഇനിയും രൂക്ഷമാകും. നിലവിൽ ഉപഗ്രഹ ചിത്രങ്ങളും ഔദ്യോഗിക പ്രസ്താവനകളും മാത്രമാണ് ലോകത്തിന് ആശ്രയിക്കാനാവുന്നത്. അതേസമയം നയതന്ത്രപരമായ ശ്രമങ്ങളോ സംഘർഷം ലഘൂകരിക്കാനുള്ള നീക്കങ്ങളോ ഉണ്ടായാൽ മാത്രമേ ഈ വിപണി ആശങ്കയ്ക്ക് ആശ്വാസമാകൂ. ചുരുക്കത്തിൽ ബാബൽ മന്ദബ് എന്ന് പറയുന്നത് അവഗണിക്കപ്പെടാവുന്ന ഒരു ജലപാതയല്ല. ആഗോള വിപണിയുടെ രക്തയോട്ടം നിയന്ത്രിക്കുന്ന പ്രധാന ധമനികളിൽ ഒന്നാണത്. യമൻ്റെ ഭാഗത്തു നിന്നുള്ള ഉപരോധ നീക്കങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് വഴിമാറിയാൽ അതിൻ്റെ വില നൽകേണ്ടി വരിക വൻ ശക്തികൾ മാത്രമല്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ മനുഷ്യർ കൂടിയായിരിക്കും.